New home tour. ഞാനിപ്പോൾ മാൾട്ടയിൽ വന്നിട്ട് 1.5 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ 1 വർഷത്തിന് മുകളിൽ താമസിച്ച വീട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടൂർ പോലെ ഞാൻ ഈ വീഡിയോ എടുത്താണ് കേട്ടോ. ഇപ്പോൾ മാൾട്ടയിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് റൂം കിട്ടാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയാലും ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും റൂം കിട്ടാനില്ല. ഇനി റൂം കിട്ടിയാൽ തന്നെ റൂമിന് ഭയങ്കര റെൻറ്റും കാര്യങ്ങളുമാണ്. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ മാൾട്ടയിലോട്ട് സ്റ്റുഡൻ്റായി വന്നപ്പോൾ എൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് 250 യൂറോ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു 1.5 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ റെൻറ്റ് നോക്കുമ്പോൾ 300-350 യൂറോ പ്ലസ് യൂട്ടിലിറ്റിയാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, എന്താണ് റെൻറ്റ്, എത്രയാണ് റെൻറ്റ്? ഇങ്ങനെയാണ് റെൻറ്റിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് ആയിട്ട് നമ്മൾ റെൻറ്റ് കൊടുക്കുക 1 മാസത്തത്. പിന്നെ റെൻറ്റ് ഡെപ്പോസിറ്റും സെയിം എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ ഏജൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഹാഫ് ഓഫ് ദി റെൻറ്റ് അതും കൊടുക്കേണ്ടി വരും. മാൾട്ടയിലുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് എവിടെയെങ്കിലും വീട് കണ്ടെത്തുക, ഹൗസ് ഓണറായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് വീട് കണ്ടെത്തുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഏജൻറ്റ് ഫീ കുറഞ്ഞ് കിട്ടും. ഞങ്ങളുടെ ഈ ഒരു ഫ്ലാറ്റ് ഞങ്ങൾ അങ്ങനെ കണ്ടെത്തിയതാണ്, അതുകൊണ്ട് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ, ചൗ ചാ.